بسم الله الرحمن الرحيم. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ على سوقه يعجب الزراع ليغيظ بهم الكفار. وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1798 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫത്ഹിലെ 28, 29 എന്നീ അവസാനത്തെ 2 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الكفار ليغيظ بهم الكفار. وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. صدق الله العلي العظيم. സൂറത്തുൽ ഫത്ഹിലെ 28, 29 എന്നീ അവസാനത്തെ 2 ആയത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഹിജ്റ 6-ാം വർഷം ദുൽഖഅദ മാസത്തിൽ ഒരു സ്വപ്ന ദർശനത്തെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും അനുയായികളും മക്കയിലേക്ക് ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ട പശ്ചാത്തലത്തിൽ ഹുദൈബിയയിൽ വഴി തടയപ്പെടുകയും അവിടെ വെച്ച് അനുയായികളിൽ നിന്ന് പ്രതിജ്ഞ സ്വീകരിച്ച ബൈഅത്ത് റിദ്വാൻ നിർവഹിക്കപ്പെട്ട ആ സംഭവവും തുടർന്ന് മക്കയിലെ കുഫാറുകളുമായി ഒരു സന്ധിയിൽ ഏർപ്പെട്ടു. ഹുദൈബിയ സന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സന്ധിയിൽ ഏർപ്പെടുകയും ചെയ്ത സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള
വിശദമായ പരാമർശങ്ങളാണ്. സൂറത്തുൽ ഫത്ഹിലെ തുടക്കം മുതൽ ഇന്നലെ നമ്മൾ പഠനവിധേയമാക്കിയ ആയത്തുകൾ വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായത്. അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടായ സ്വപ്ന ദർശനം അടിസ്ഥാനരഹിതമായിരുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അള്ളാഹു കാണിക്കുകയുണ്ടായ ആ സ്വപ്ന ദർശനം സത്യമായി പുലരുക തന്നെ ചെയ്യും. നിങ്ങൾ മസ്ജിദുൽ ഇഹ്റാമിൽ തലമുണ്ടനം ചെയ്തവരായും മുടി മുറിച്ചവരായും പ്രവേശിക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് യാഥാർത്ഥ്യമായി സംഭവിക്കും. യാതൊരു ഭയപ്പാടുമില്ലാതെ നിർഭയത്വത്തോടു കൂടിയാണ് നിങ്ങളത് നിർവഹിക്കുക. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിന് അറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു കാര്യങ്ങളെ ആസൂത്രണം ചെയ്തതാണ് എന്ന വിധത്തില് ഇപ്പോ നിങ്ങൾക്ക് അവൻ നൽകിയിരിക്കുന്നത്, ഈ ഹുദൈബിയ സന്ധിയിലൂടെ നിങ്ങൾക്ക് അവൻ നൽകിയിരിക്കുന്നത് വളരെ സമീപസ്ഥമായി തന്നെയുള്ള ഒരു വിജയമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വൈകാതെ സംഭവിക്കാനുള്ള വേറെ വിജയങ്ങളുണ്ട്. അതിന്റെ മുമ്പായി ഒരു അടുത്ത് തന്നെ ഉണ്ടായ ഒരു വിജയം നിങ്ങൾക്ക് അവൻ നൽകിയിരിക്കുകയാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠനവിധേയമാക്കിയ ആയത്തില് അള്ളാഹു ആ സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പറയുന്നത്. വിശ്വാസികളുടെ മനസ്സിൽ രൂപപ്പെട്ടിരുന്ന ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും സംശയങ്ങളും ഒക്കെ ദൂരീകരിക്കുന്ന വിധത്തിലാണ് ഈ വിശദീകരണം അള്ളാഹു നൽകിയത് എന്ന് കാണാൻ കഴിയും. അതിനെ തുടർന്ന് ഈ സൂറത്ത് അതിന്റെ പരിസമാപ്തിയിലേക്ക്, അതിന്റെ ഉപസംഹാരത്തിലേക്ക് നീങ്ങുകയാണ്. ഹുദൈബിയ സന്ധി നിർവഹിക്കപ്പെടുമ്പോൾ അതിന്റെ നിബന്ധനകളും വിശദാംശങ്ങളും ഒക്കെ എഴുതി തയ്യാറാക്കി അതില് ഒപ്പുവെക്കേണ്ട ഘട്ടത്തില് ആ കരാറ് ആര് തമ്മിലുള്ളതാണ് എന്നത് രേഖപ്പെടുത്തുമ്പോൾ അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിലക്ക് ഖുറൈശികളിൽപ്പെട്ട പരാമർശിക്കപ്പെടുന്ന ആളുകളെല്ലാം അവരുടെ നേതാക്കന്മാരെ മുൻനിർത്തിക്കൊണ്ട് തയ്യാറാക്കപ്പെടുന്ന ഒരു കരാറ് എന്ന നിലക്ക് അതിൽ എഴുതി ചേർത്തതിനോട് ഖുറൈശികൾ എതിർപ്പ് രേഖപ്പെടുത്തുകയായിരുന്നു. തങ്ങളെ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുകയും ഞങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ നമുക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല. ഒരു പോരാട്ടമോ സംഘർഷമോ യുദ്ധമോ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഞങ്ങൾ അതിപ്പോഴും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് മുഹമ്മദുൻ റസൂലുള്ള എന്ന വിധത്തിലുള്ള ആ പരാമർശം ഈ രേഖയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അവര് വാശി പിടിച്ച് പറയുകയുണ്ടായത്. അങ്ങനെ ആവർത്തിച്ച് ആ കാര്യം അവര് പറഞ്ഞ് അവസാനം ആ ഭാഗം റസൂലുള്ള എന്ന പരാമർശം മാറ്റി മുഹമ്മദ് ബിന് അബ്ദില്ല എന്ന വിധത്തിലാക്കി അതിനെ മാറ്റി രേഖപ്പെടുത്തിയിട്ടാണ് ആ കരാറില് ഇരു വിഭാഗങ്ങളും ഒപ്പിടുന്നത്, അല്ലെങ്കിൽ ആ കരാർ അംഗീകരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് ഒരു സമൂഹത്തിന്റെ വാശിയോടെയുള്ള ഒരു നിലപാട് എന്ന നിലക്ക് അതിന് പരിഗണിച്ചുകൊണ്ട് അതിന്റെ പേരിൽ ഒരു സമാധാന കരാറ് നിലവിൽ വരുന്നത് ഇല്ലാതെയാവണ്ട എന്ന തീരുമാനത്തില് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ വിവരണം, റസൂലുള്ള എന്ന വിവരണം മായ്ച്ചു കളയുകയായിരുന്നു, അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കുകയായിരുന്നു. അത് ആ സന്ദർഭത്തില് അവരുമായുള്ള സത്യനിഷേധികളുമായുള്ള ആ കരാറിന്റെ രേഖയിൽ അത് ഉൾപ്പെടുത്തുന്നത് വേണ്ട എന്ന് വെച്ച് എന്നേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ ദൂതനാകാതിരിക്കുന്നില്ല. ആരൊക്കെ നിഷേധിച്ചു കളഞ്ഞാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ
ദൂതൻ തന്നെയാണ്. അള്ളാഹു നിയോഗിച്ചയച്ച അവന്റെ അന്ത്യപ്രവാചകനാണ്. ഈ കാര്യം ഒരു വസ്തുതയാണ്. നിഷേധികൾക്കത് അസ്വീകാര്യമായി തുടരുന്നുവെങ്കിൽ പോലും ഈ വസ്തുതക്ക് മാറ്റമുണ്ടാകുന്നില്ല. അപ്പൊ ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിലേക്ക് പരാമർശവും ഉള്ള വിധത്തിലാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു ഒരു പ്രസ്താവന നടത്തുന്നത്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. അവനാണ്, അള്ളാഹുവാണ്, അല്ലദീ അർസല റസൂലഹു, തന്റെ ദൂതനെ നിയോഗിച്ചയക്കുകയുണ്ടായത്, ബിൽ ഹുദാ വദീനിൽ ഹഖ്, സന്മാർഗവും സത്യമതവുമായിട്ട്, സത്യദർശനവുമായി തന്റെ ദൂതനെ നിയോഗിച്ചയച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. അപ്പൊ ഇതില് ആർക്കും ഒരാശയക്കുഴപ്പവും വേണ്ടതില്ല. മക്കയിലെ ആളുകൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ പ്രാധാന്യമുള്ള ഒരു ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ടുകൊണ്ട് നിയോഗിച്ചയക്കപ്പെട്ടതാണ്. അള്ളാഹുവാണ് അദ്ദേഹത്തെ ഈ ദൗത്യവുമായിട്ട് നിയോഗിച്ചയച്ചിട്ടുള്ളത്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. മനുഷ്യരാശിക്ക് ആകമാനമായുള്ള മാർഗദർശനവും സത്യ ജീവിത ദർശനവുമായിട്ടാണ് തന്റെ ദൂതനെ അള്ളാഹു നിയോഗിച്ചയച്ചിട്ടുള്ളത്. അത് എവിടെയെങ്കിലും ഒരു മൂലക്ക് ഒതുങ്ങിക്കൂടാൻ വേണ്ടിയുള്ളതല്ല. ഒരുപാട് ജീവിത ദർശനങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദർശനം എന്ന നിലക്ക് വിശ്വവിജ്ഞാന കോശങ്ങളിൽ ഒരു അധ്യായമാവാൻ അങ്ങനെ ഒതുക്കി നിർത്താൻ വേണ്ടിയുള്ളതല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ സമവാക്യങ്ങൾക്കിടയിൽ വിവിധ മതങ്ങളുടെ കൂട്ടത്തിൽ ജീവിത ദർശനങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന്, അതിനും ഞങ്ങൾ ഒരിടം നൽകിയിരിക്കുന്നു എന്ന വിധത്തിൽ പരിഗണിക്കപ്പെടേണ്ട ഒരു സംഗതിയല്ല. മറിച്ച് ഒരു സുപ്രധാനമായ ദൗത്യം നിർവഹിക്കാനുള്ള ഒരു ജീവിത ദർശനമായിട്ടാണ് അള്ളാഹു അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണ് തന്റെ ദൂതനെ മാർഗദർശനം നൽകിക്കൊണ്ട് അള്ളാഹു അയക്കുകയും ചെയ്തിട്ടുള്ളത്. എന്താണ് അതിന്റെ ലക്ഷ്യം? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, സകല ജീവിത ദർശനങ്ങളെയും അതിജയിക്കുന്നതിന് വേണ്ടിയാണ്. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടേതുപോലെയുള്ള മതേതര രാഷ്ട്രീയ സംവിധാനങ്ങളുള്ള ഇടങ്ങളിൽ ആളുകൾക്ക് വ്യാപകമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. എല്ലാ ജീവിത ദർശനങ്ങളും എല്ലാ മതങ്ങളും തുല്യ പ്രാധാന്യമുള്ളതാണ്, എല്ലാം അംഗീകരിക്കപ്പെടേണ്ടതാണ്, എല്ലാം ശരിയാണ് എന്നൊക്കെയുള്ളത്. ഏത് മതധാരയായാലും ജീവിത ദർശനമായാലും ഒരാൾക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ജന്മപരമായി തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. അത് ഏതെങ്കിലും ഭരണഘടന നൽകിയ ഒരു ആനുകൂല്യമോ ഔദാര്യമോ ഒന്നുമല്ല. ജന്മപരമായിട്ട് തന്നെ അങ്ങനെ സ്വാതന്ത്ര്യമുള്ള വിധത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വേറെ ജീവജാലങ്ങളെ പോലെയല്ല. വേറെ ജീവജാലങ്ങളൊന്നും തന്നെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ജീവിതപാത തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള വിധത്തിലുള്ള പ്രകൃതത്തിലല്ല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മനുഷ്യൻ അവന്റെ ഇച്ഛയും ബോധ്യവും അന്വേഷണവും അവന്റെ ദാർശനികമായ തിരിച്ചറിവും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും അവന്റെ താല്പര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിത ദർശനം സ്വീകരിക്കുകയാണ്, പിന്തുടരുകയാണ്. ചിലപ്പോ അത് പൈതൃകമായി കിട്ടിയതാവാം, ചിലപ്പോ അവന്റെ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അവൻ കണ്ടെത്തിയതാവാം. ഈ നിലക്കൊക്കെ സ്വന്തമായി സ്വതന്ത്രമായി ഒരു ജീവിത ദർശനം സ്വീകരിക്കാനും പിന്തുടരാനും മനുഷ്യന്റെ ജന്മപ്രകൃതത്തിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ വിധത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ആശയങ്ങളും
ജീവിത ദർശനങ്ങളും മതങ്ങളും ഒക്കെ പ്രസക്തമാവുന്നത്. ഒരാൾക്ക് ഒരാശയം വേണമെന്ന് വെക്കാം, വേണ്ട എന്ന് വെക്കാം. ഒന്നിനു പകരം മറ്റൊന്ന് സ്വീകരിക്കാൻ സാധിക്കും. അതൊക്കെ മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെ അടങ്ങിയിട്ടുള്ള പ്രകൃതത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, അവന്റെ ദൂതനെ മാർഗദർശനവും സത്യജീവിത ദർശനവുമായിട്ട് അള്ളാഹു അയച്ചിട്ടുള്ളത് എന്തിനാണ്? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, മറ്റെല്ലാ ജീവിത ദർശനങ്ങളുടെയും മുകളിലായിട്ട് അവയൊക്കെ അപ്രസക്തമാക്കുന്ന വിധത്തില് അത് സ്ഥാപിതമാകുന്നതിന് വേണ്ടിയാണ്, അവയെ അതിജയിക്കുന്നതിന് വേണ്ടിയാണ്. ജാഹിലിയത്തിനെ വിഭാടനം ചെയ്യാൻ ലക്ഷ്യമില്ലെങ്കിൽ ഇസ്ലാമിന് നമ്മൾ കരുതുന്ന പോലെയുള്ള പ്രസക്തിയൊന്നുമില്ല. ജാഹിലിയത്തിന്റെ അന്ധകാരം വകഞ്ഞു മാറ്റി അത്തരം ഇടങ്ങളിലൊക്കെയും പ്രകാശം പരത്താൻ സാധിക്കുന്നു എന്നതാണ്, അല്ലെങ്കിൽ പ്രകാശം പരത്തേണ്ട ഒരു ദൗത്യം ഉണ്ട് എന്നതാണ് ഇസ്ലാമിനെ പ്രസക്തമാക്കുന്നത്. മനുഷ്യരകപ്പെട്ടിട്ടുള്ള ചിന്താപരവും വിശ്വാസപരവും ആചാരപരവും ഒക്കെ ആയിട്ടുള്ള പല കുരുക്കുകളുമുണ്ട്. അത്തരം കുരുക്കുകളിൽ നിന്ന് മനുഷ്യരെ വിമോചിതരാക്കുക എന്നതാണ് ഇസ്ലാം ലക്ഷ്യമിടുന്ന കാര്യം തന്നെ. അത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, മറ്റെല്ലാ ജീവിത ദർശനങ്ങളിൽ നിന്നും മനുഷ്യനെ വിമോചിതരാക്കി അവയുടെ മേലൊക്കെ അതിജയിച്ചുകൊണ്ട് നിലകൊള്ളുന്നതിന് വേണ്ടിയാണ് അവൻ തന്റെ ദൂതനെ ഈ മാർഗദർശനവും ഈ സത്യദീനുമായിട്ട് നിയോഗിച്ചയച്ചിരിക്കുന്നത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, മറ്റെല്ലാ ജീവിത ദർശനങ്ങളെയും അതിജയിക്കുന്നതിന് വേണ്ടി. മതം എന്ന പേരിൽ അറിയപ്പെടുന്നതായാലും ജീവിത ദർശനം എന്ന പേരിൽ അറിയപ്പെടുന്നതായാലും ഇതൊക്കെ ഓരോ തരം മതങ്ങൾ തന്നെയാണ്. ഇപ്പൊ നിരീശ്വരത്വത്തിന്റെ മതമാണ് നമ്മൾ ഒരു നിലയ്ക്ക് നോക്കിയാൽ കമ്മ്യൂണിസം. അതൊരു മതം തന്നെയാണ്. അതില് ഈശ്വരൻ ആരാധിക്കപ്പെടുകയല്ല, ഈശ്വരൻ അംഗീകരിക്കപ്പെടുകയല്ല, ഈശ്വരൻ തിരസ്കരിക്കപ്പെടുകയാണ്. അതാണ് ആ മതത്തിന്റെ സ്വഭാവം. അതൊരു നിരീശ്വരത്വ മതമാണ്. ഇതുപോലെയുള്ളത് നിരീശ്വരത്വ മതം നേരെ പൗരാണിക ഭാരതീയ ദർശനങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ചാർവാക മതം എന്നൊക്കെ പേരിൽ പരാമർശിക്കപ്പെടുന്ന മതദർശനം ഭാരതീയ പശ്ചാത്തലത്തിൽ കാണാം. അത് നിരീശ്വരത്വ മതമാണ്, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ മതമാണ്. അപ്പോ സൂചിപ്പിച്ചു വന്നത്, എല്ലാ ജീവിത ദർശനങ്ങളെയും, അതിനെ മതങ്ങൾ എന്ന് വിളിച്ചാലോ ജീവിത ദർശനങ്ങൾ എന്ന് വിളിച്ചാലോ, മനുഷ്യൻ അവരുടെ ജീവിതത്തിന്റെ നിർവചനത്തിനും അതിന്റെ ദിശാനിർണയത്തിനും ഒക്കെയായി സ്വീകരിക്കുന്ന ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോ ഇസ്ലാം മാത്രമാണ് സത്യം എന്ന് പറയുന്നത് വലിയ സങ്കീർണതയായിട്ട്, വലിയ സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു കാര്യമായിട്ടൊക്കെ നമ്മുടെ അന്തരീക്ഷത്തില് പലപ്പോഴും പൊങ്ങി വരാറുണ്ട് അത്തരം ആശയങ്ങൾ, അത്തരം ചർച്ചകളൊക്കെ തന്നെ. യഥാർത്ഥത്തിൽ ഒരു ആംഗിളിൽ നിന്ന് നോക്കിയാൽ ആ സംഘർഷവും പ്രശ്നവും ഒക്കെ കണ്ട് മാറ്റി നിർത്തിയാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാം മാത്രമാണ് സത്യം എന്നത് തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. ബാക്കിയുള്ളതൊക്കെ അബദ്ധങ്ങളാണ്, തെറ്റായ ജീവിത ദർശനങ്ങളാണ്, ഭാഗികമായ സത്യങ്ങളാണ്, അല്ലെങ്കിൽ വെളിച്ചം കെട്ടുപോയ ചില സംഗതികളാണ് എന്നതൊക്കെയാണ് വസ്തുത. അതുകൊണ്ട് അത്തരം ഭാഗിക സത്യങ്ങളെയോ അർദ്ധസത്യങ്ങളെയോ അസത്യങ്ങളെയോ ഒക്കെ ജനങ്ങൾ പിന്തുടരുന്ന അവസ്ഥ മാറ്റി എല്ലാവർക്കും സത്യം പിന്തുടരാൻ സാധിക്കുന്ന വിധത്തിൽ അതിജയിക്കുന്നതിന് വേണ്ടിയാണ് തന്റെ ദൂതനെ ഹിദായത്തും ദീനുൽ ഹഖുമായിട്ട് അള്ളാഹു പറഞ്ഞയച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തതയോടുകൂടി അള്ളാഹു പറയുന്നത്. യാതൊരു ആശയക്കുഴപ്പവും ആർക്കും ആവശ്യമില്ല. സത്യം ഇസ്ലാം മാത്രമാണ്. പൂർവിക മതങ്ങളായിട്ട് അറിയപ്പെടുന്നതിലൊക്കെ ഭാഗികമായ ചില സത്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ വെളിച്ചം വലിയ അളവോളം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ്
തികവാർന്ന പ്രകാശപൂർണിമയായിട്ട് തന്നെ നൂറിനല നൂറായിട്ട് അള്ളാഹു ഈ ദീൻ മനുഷ്യ സമൂഹത്തിനായിട്ട് അവസാന പ്രവാചകനിലൂടെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഏതെങ്കിലും വിശ്വവിജ്ഞാന കോശങ്ങളുടെ മൂലകളിലോ ഒരു പേജിലോ 2 പേജിലോ ഒതുക്കി വെക്കാനോ പാഠപുസ്തകങ്ങളിൽ അവയെക്കുറിച്ച് 1-2 പാരഗ്രാഫ് ഒരു പരാമർശം വരാനോ ഭരണഘടനയിൽ എവിടെയെങ്കിലും ഒന്ന് പരാമർശിക്കപ്പെടാനോ ഒന്നും മാത്രമുള്ളതല്ല. അത് മനുഷ്യ ജീവിതത്തില് സകല മേഖലകളിലും മനുഷ്യന് മാർഗദർശനമായിട്ട് നിലകൊള്ളുന്ന ഒരു ജീവിത ദർശനമായി വർത്തിക്കാനുള്ളതാണ്. ആ പ്രക്രിയയിൽ മറ്റെല്ലാ അബദ്ധ ജീവിത ദർശനങ്ങളും ഈ ജീവിത ദർശനം കൊണ്ട് അതിജയിക്കപ്പെടും. അത് പൂർണ്ണമായിട്ട് അവ നിഷ്പ്രഭമായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. അതിനു വേണ്ടിയാണ് അള്ളാഹു തന്റെ ദൂതനെ ഇങ്ങനെ നിയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, ഇതും ഒന്ന് പരിഗണിച്ച് നോക്കാം എന്ന നിലക്കുള്ള ഒരു ചെറിയൊരു ഏർപ്പാടായിട്ടുള്ളതല്ല. സമയമെടുത്തുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച ഒരു പ്രക്രിയയിലൂടെ മുഴുവൻ മനുഷ്യരാശിക്കും പ്രയോജനം ലഭിക്കുന്ന സകല അബദ്ധ വിശ്വാസങ്ങളെയും അപ്രസക്തമാക്കി മാറ്റുന്ന ഒരു ജീവിത ദർശനമായിട്ടാണ് ഇസ്ലാം അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തന്റെ ദൂതനെ നിയോഗിച്ചയച്ചിട്ടുള്ളത്. അപ്പോ ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായിട്ട് ഇക്കാര്യം ഈ ഒരു വസ്തുതക്ക് സാക്ഷിയായിട്ട് അള്ളാഹു ധാരാളം മതിയായവനാണ് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ആര് എത്ര തന്നെ നിഷേധിച്ചുവെങ്കിലും അള്ളാഹുവിന്റെ സാക്ഷ്യം തന്റെ ദൂതനെ നിയോഗിച്ചയച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ് എന്നതിന് അള്ളാഹു മാത്രം സാക്ഷിയുണ്ടായാൽ തന്നെ ധാരാളം മതി. ആരും അതിനെ പിന്തുണക്കാനോ സത്യസാക്ഷ്യം വഹിക്കാനോ ഒന്നും സന്നദ്ധമായില്ലെങ്കിലും ആ വസ്തുത അതിന്റെ തെളിമയോടെയും പൂർണ്ണതയോടെയും നിലകൊള്ളുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. തുടർന്ന് പറയുന്നത് നോക്കുക, മുഹമ്മദുൻ റസൂലുള്ളാഹ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന നിലക്കുള്ള ദൈവിക ദൂതൻ എന്നുള്ള നിലക്കുള്ള ആ സ്ഥാനത്തെ പരാമർശിച്ചുകൊണ്ട് ആ ഉടമ്പടിയിൽ കാര്യങ്ങൾ എഴുതി ചേർക്കുമ്പോൾ അതിനോട് എതിർപ്പ് കാണിച്ച ആളുകളെ, അത്തരം ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം സ്ഥാപിതമാക്കി കൊണ്ടുവന്ന അത് ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് അള്ളാഹു ഇവിടെ പറയുന്നത് മുഹമ്മദുൻ റസൂലുള്ളാഹ്. മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതൻ തന്നെയാണ്. നിങ്ങളത് ഈ രേഖയിൽ എഴുതാൻ കൂട്ടാക്കാതിരുന്നത് കൊണ്ട് അങ്ങനെ അല്ലാതെ ആവുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കാനും സത്യപ്പെടുത്താനും കൂട്ടാക്കാതെ ഇരുന്നത് കൊണ്ട് അതൊരു വസ്തുതയല്ലാതെ ആവുന്നില്ല. മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതൻ തന്നെയാണ്. വല്ലദീന മഅഹു, അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾ, അശിദ്ദാഉ അലൽ കുഫാർ, അവര് നിഷേധികളോട് ശിദ്ദത്ത് കാണിക്കുന്നവരാണ്, കഠിനമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. സത്യനിഷേധം എന്നതിനെ അവര് തമാശക്കായിട്ട് കാണുന്ന ഒരു സംഗതിയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കുഫ്ർ എന്നത് ദൈവിക പ്രവാചകൻ മുഖേന അവതരിപ്പിക്കപ്പെട്ട സത്യത്തെ നിഷേധിക്കുക എന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സത്യനിഷേധത്തെ തമാശയായിട്ടോ ലാഘവത്തോടെയോ ഒന്നും അവർ കാണുകയില്ല. അവര് അതിനോട് കഠിനമായ കാർക്കശ്യമുള്ള നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും. സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുക, സത്യത്തിനും അസത്യത്തിനും ഒരേ പ്രീമിയം നൽകപ്പെടുക, ഇതൊന്നും അംഗീകരിക്കുന്നവരോ അങ്ങനെ അതിനെ ഉൾക്കൊള്ളുന്നവരോ അല്ല അവർ.
അവര് സത്യത്തെ തന്നെ പിന്തുണക്കുന്നവരും അതിന് പൂർണ്ണമായി പിന്തുണ നൽകുന്നവരൊക്കെയാണ്. മുഹമ്മദുൻ റസൂലുള്ളാഹി വല്ലദീന മാഹു, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതൻ തന്നെയാണ്. ഈ വാചകത്തിന് മറ്റൊരു വായനയും സാധ്യതയുണ്ട്. മുഹമ്മദുൻ വല്ലദീന മാഹു എന്ന വിധത്തില് അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾ, അവരുടെ ഒരു നിലപാട് അശിദ്ദാഉ അലൽ കുഫാർ, നിഷേധികളോട് കഠിനമായ ഒരു നിലപാട് സ്വീകരിക്കുക എന്നതാണ്. അത് ഒരിക്കലും തന്നെ അതില് വിട്ടുവീഴ്ച ചെയ്യുന്ന, വിശ്വാസപരമായ ആ അടിത്തറയിൽ എന്തെങ്കിലും അതിനെ ദുർബലമാക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നവരല്ല. അള്ളാഹുവിന്റെ ഇവിടെ മുഹമ്മദുൻ റസൂലുള്ള ഇതിന്റെ ആദ്യത്തെ വായന തന്നെയാണ് കൂടുതൽ പ്രാധാന്യപൂർവം പരിഗണിക്കപ്പെടുന്നത്. മുഹമ്മദ് അത് ആ സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവന കൂടിയാണ്. മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതൻ തന്നെയാണ്. അത് ആര് എത്ര തന്നെ നിഷേധിച്ചാലും ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ വസ്തുത അന്ന് മുതൽ ഇന്ന് വരെ ലോകത്ത് സ്ഥാപിതമായിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ നിഷേധിക്കുന്നവര് ഉൾപ്പെടെ ഇന്ന് അദ്ദേഹത്തെ പരാമർശിക്കുന്നത് പ്രോഫറ്റ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദ് എന്ന് പരാമർശിച്ചുകൊണ്ടാണ്, പ്രവാചകൻ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പരാമർശിക്കാറുള്ളത്. ഒരിക്കലും തന്നെ മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടല്ല ചരിത്രത്തിൽ ഇന്ന് അദ്ദേഹത്തെ ആരും പരാമർശിക്കുന്നത്. അള്ളാഹു ഇവിടെ പറഞ്ഞ കാര്യം മുഹമ്മദുൻ റസൂലുള്ള എന്നത് ഈ നിഷേധികളുടെ നിലപാടുകളൊക്കെ ഇരിക്കെ തന്നെ ചരിത്രത്തിൽ അതേപടി സ്ഥാപിതമായിട്ടുണ്ട്. അദ്ദേഹത്തെ പിൻപറ്റാൻ കൂട്ടാക്കാതിരിക്കുന്നവരും അദ്ദേഹത്തെ പരാമർശിക്കുക എപ്പോഴും പ്രോഫറ്റ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. മുഹമ്മദുൻ റസൂലുള്ള വല്ലദീന മാഹു, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ അശിദ്ദാഉ അലൽ കുഫാർ, നിഷേധികളോട് അവര് കർക്കശ്യമുള്ളവരാണ്. കർക്കശമായ നിലപാട് എന്ന് പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയുള്ള അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നവരല്ല, കർക്കശമായ കൃത്യതയുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ് അവർ. അശിദ്ദാഉ അലൽ കുഫാർ, ശക്തിയുക്തം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ്, ശിദ്ദത്ത് കാണിക്കുന്നവരാണ്. റഹമാഉ ബൈനഹും, അവർക്കിടയില് അവരങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവരുമാണ്. വിട്ടുവീഴ്ചയും കാരുണ്യവും ഒക്കെ പരസ്പരം കാണിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. വളരെ വിചിത്രമായ ഒരു കാര്യം എന്ന് നമുക്ക് ഇന്ന് കാണാൻ കഴിയുക, ഇസ്ലാമിക സമൂഹം പല സംഘങ്ങളും സംഘടനകളും വിഭാഗങ്ങളും ഒക്കെയായി നിലകൊള്ളുന്ന നമ്മുടെ കാലഘട്ടത്തിൽ എല്ലാ വിഭാഗവും വളരെ സൗഹൃദപരമായ നിലപാട് സ്വീകരിക്കുന്നത് കുഫാറുകളോടും ഏറ്റവും ശിദ്ധത്തോടു കൂടിയുള്ള കഠിനമായ നിലപാട് സ്വീകരിക്കുന്നത് ഈ വിവിധ വിഭാഗങ്ങളോടുമാണ് എന്നത് വളരെ വിചിത്രമായൊരു കാഴ്ചയാണ്. വിശ്വാസത്തിന്റെ ഒരു ബന്ധം എന്ന് പറയുന്നത് പരസ്പരം റഹ്മത്ത് കാണിക്കേണ്ട വിധത്തിലുള്ള ഒരു ബന്ധമാണ്. ഏത് മേൽവിലാസത്തിൽ സംഘടിതരാണെങ്കിലും അവരെ എല്ലാവരെയും വിശ്വാസികളായി കണ്ടുകൊണ്ട് അവരോട് സമീപനം സ്വീകരിക്കേണ്ട ആളുകൾ കാരുണ്യം എന്ന ഒരു അടിത്തറയിലാണ് ആ ബന്ധം ബിൽഡപ്പ് ചെയ്യേണ്ടത് എന്നതാണ് അള്ളാഹുവോട് സൂചിപ്പിക്കുന്നത്. അതങ്ങനെ നിർദ്ദേശിക്കൽ അങ്ങനെ ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. റഹമാഉ ബൈനഹും, അവർക്കിടയിൽ വലിയ കാരുണ്യമുള്ളവരാണ്. സത്യവിശ്വാസികൾ പരസ്പരം ആർദ്രത കാണിക്കുന്നവരും കരുണ കാണിക്കുന്നവരും
അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും എപ്പോഴും ചെയ്തു കൊടുക്കാനുള്ള സന്നദ്ധത കാണിക്കുന്നവരുമാണ്. എന്നാൽ ആദർശ തലത്തില് സത്യനിഷേധികളോട് അവര് വിട്ടുവീഴ്ച കാണിക്കില്ല. അതിൽ വിട്ടുവീഴ്ചയുടെ ഒരു വിഷയം അവരുടെ മുന്നിലില്ല. ഇത് സാമൂഹ്യ ജീവിതത്തിലെ ബന്ധങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമല്ല. അയൽവാസിയെ, അത് ഏത് മതക്കാരനായാലും ഏത് വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളാണെങ്കിലും അയൽവാസിയെ ഏറ്റവും ആദരവോടെയും പരിഗണനയോടെയും അയൽവാസിയോട് പെരുമാറാനും അയൽവാസിയുമായി ഇടപഴകാനുമാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. ഭൗതിക ജീവിത വ്യവഹാരങ്ങളിൽ അവർക്കൊക്കെയും തന്നെ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണം എന്നാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. എല്ലാ സാമൂഹ്യ ബന്ധങ്ങളും ആ വിധത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ആദർശപരമായ വിഷയങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഏതെങ്കിലും നിലക്കുള്ള പാകപ്പെടുത്തലും ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. വിശ്വാസികൾ അക്കാര്യത്തില് വലിയ കാർക്കശ്യം കാണിക്കുന്നവരാണ് എന്നാണ് ഇവിടെ അല്ലാഹു വ്യക്തമാക്കുന്നത്. എന്നിട്ട് അവരുടെ പ്രത്യേകത തറാഹും റുക്കാൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ഔദാര്യവും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടും തേടിക്കൊണ്ടും ഇവർ സുജൂദും റുക്കൂവും ചെയ്യുന്നവരായിട്ട് താങ്കൾക്ക് അവരെ കാണാം. തറാഹും, അള്ളാഹു തന്റെ ദൂതനോട് പറയുന്ന വിധത്തിൽ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളോട് പറയുന്ന വിധത്തിലാണ് ഈ കാര്യം ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നത്. തറാഹും, താങ്കൾക്ക് അവരെ കാണാം. ഏതു വിധത്തിലാണ്? സുജ്ജദൻ, റുക്കഅൻ സുജ്ജദൻ, റുക്കൂ ചെയ്യുന്നവരും കുനിയുന്നവരും, അതുപോലെ സുജ്ജദൻ സാഷ്ടാംഗം ചെയ്യുന്നവരും, റുക്കൂവും സുജൂദും ചെയ്യുന്നവരായിട്ട്. എന്തിനു വേണ്ടിയാണ്? യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഔദാര്യം തേടിക്കൊണ്ട് അവര് നിരന്തരമായി അവനുള്ള സാഷ്ടാംഗം നിർവഹിക്കുന്നതും റുക്കൂ നിർവഹിക്കുന്നതുമായിട്ട് നിനക്ക് കാണാം. അതുപോലെ അള്ളാഹുവിന്റെ ഫദ്ല് മാത്രമല്ല, വരിളുവാന്, അള്ളാഹുവിന്റെ തൃപ്തി തേടിക്കൊണ്ടുമാണ് അവര് ഈ സുജൂദും റുക്കൂവും നിർവഹിക്കുന്നത്. അള്ളാഹുവിന്റെ ഔദാര്യവും അതുപോലെ അവന്റെ റിളുവാനും, ഫദ്ലും റിളുവാനും, ഔദാര്യം എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ എന്ന് മനസ്സിലാക്കാം. അതുപോലെ റിളുവാൻ, അവന്റെ തൃപ്തി. നേരത്തെ ഈ സൂറത്തിൽ തന്നെ അള്ളാഹു വിശ്വാസികളുടെ സംഘത്തോട് അവരുടെ കാര്യത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾ കണ്ടു. ബൈഅത്ത് റിളുവാൻ എന്ന പേര് വരുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോ അള്ളാഹുവിന്റെ ഫദ്ലും റിളുവാനും തേടിക്കൊണ്ട് റുക്കൂവും സുജൂദും നിർവഹിക്കുന്നവരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ആളുകളെ താങ്കൾക്ക് കാണാം എന്നാണ് ഇവിടെ പറയുന്നത്. സീമാഹും, അവരെ തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങളുണ്ട്. എന്താണത്? ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, സുജൂദ് നിർവഹിക്കുന്നവരാണ് എന്നതിനാലുള്ള ചില അടയാളങ്ങൾ അവരുടെ മുഖങ്ങളിൽ കാണാൻ പറ്റും. സുജൂദ് നിർവഹിക്കുന്ന ആളുകൾക്ക് നെറ്റിത്തടത്തിൽ കാണുന്ന നിസ്കാര തഴമ്പോ സുജൂദിന്റെ തഴമ്പോ ഒന്നും അല്ല സൂചിപ്പിക്കപ്പെടുന്നത്. അതും അതിന്റെ ബാഹ്യലക്ഷണമായിട്ട് കാണാം. പക്ഷെ സുജൂദ് ചെയ്യുന്ന ആളുകൾ, റുക്കൂ ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ, അവരുടെ വ്യക്തിത്വത്തിൽ തന്നെ അവരുടെ മുഖങ്ങളിലും അവരുടെ ഇടപാടുകളിലും അവരുടെ സംസാരത്തിലും അവരുടെ വ്യവഹാരങ്ങളിലും ഒക്കെ തന്നെ ഒരു സത്യവിശ്വാസം ഉൾക്കൊണ്ടതിന്റെ ഒരു ലക്ഷണം വളരെ പ്രകടമാവുന്ന വിധത്തിൽ അവരിൽ കാണാൻ സാധിക്കും. അത് അവരുടെ മുഖത്തിനും, അവരുടെ മുഖം മനസ്സിന്റെ ഒരു റിഫ്ലക്ഷൻ ആണല്ലോ. മനസ്സിൽ അവർക്ക് സാധിച്ചിട്ടുള്ള, ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുള്ള ആ വെളിച്ചത്തിന്റെ ഒരു പ്രഭ അവരുടെ മുഖങ്ങളിലും റിഫ്ലക്റ്റഡ് ആവും. എന്ത് പ്രതിസന്ധികൾ നേരിടുമ്പോഴും ഒരു വിശ്വാസി അതിനോട് സ്വീകരിക്കുന്ന ഒരു നിലപാടും
ഒരു അവിശ്വാസി അതിനോട് സ്വീകരിക്കുന്ന നിലപാടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഒരാൾക്ക് അടിക്കടി പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്, പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യേണ്ടി വരികയാണ്, വലിയ ദുരന്തങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്ന് അയാളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന അവസ്ഥ ഉണ്ടാവുമ്പോൾ പോലും ഒരു സത്യവിശ്വാസി ഈമാൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിനോടൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് മുഖത്ത് വലിയ അസ്വസ്ഥതയായിട്ട് പ്രകടമാവുകയില്ല. അയാൾ അത് പൂർണ്ണമായിട്ടും അള്ളാഹുവിൽ തവക്കുല് ചെയ്തിട്ടുണ്ടാവും, അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അവന്റെ മനസ്സിന്ന് അസ്വസ്ഥതയുടെ വലിയ ഒരു ഭാരം താനെ നീങ്ങിയിട്ടുണ്ടാവും. അസ്വസ്ഥതയുടെ ഭാരം മനസ്സിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ അത് മുഖത്ത് പ്രകടമാവില്ല. എന്നാൽ ഭാരം അർപ്പിക്കാൻ ഒരു ദൈവമില്ലാത്ത, ഒരു അള്ളാഹു ഇല്ലാത്ത ഒരാളുടെ കാര്യത്തില് അയാളുടെ ജീവിതത്തിൽ അയാൾ നേരിടേണ്ടി വരുന്ന മുഴുവൻ പ്രതിസന്ധികളും സങ്കീർണതകളും അയാളുടെ മനസ്സിലെ ഭാരമായിട്ട് മാറും. അത് മുഖത്ത് പ്രകടമാകും. അയാളുടെ സംസാരത്തിലും അയാളുടെ പെരുമാറ്റത്തിലും അയാളുടെ ഇടപാടുകളിലും ഒക്കെ ഈ ഉള്ളില് കത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അസ്വസ്ഥത എപ്പോഴും പ്രകടമായിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു വിശ്വാസിയുടെ ബാഹ്യ ലക്ഷണങ്ങള് ഒരു അവിശ്വാസിയുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവരെ അസറു സുജൂദ് അവരുടെ മുഖങ്ങളിലും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല സംഗതികളിലും നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. സുജൂദിന്റെ അടയാളങ്ങൾ അവരെ ശരീരത്തിലുണ്ടാകും, അവരുടെ മുഖത്തും കൈകളിലും ഒക്കെ കാണപ്പെടും. അതിനു പുറമെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല സംഗതികളിലും ആ ഈമാന്റെയും അള്ളാഹുവിന് പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിന്റെയും ചില ബാഹ്യ ലക്ഷണങ്ങൾ അവരിൽ കാണപ്പെടും. അത് അവർ കാണിക്കുന്ന ഏത് അസ്വസ്ഥജനകമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും അവരുടെ നിലപാടുകളിൽ വല്ലാത്ത ശാന്തിയും സമാധാനവും ഒക്കെ അനുഭവിക്കുന്ന ഒരു ലക്ഷണം കാണപ്പെടും. സീമാഹും ഫീ വുജൂഹിഹിം, അവരുടെ അടയാളം അവരുടെ മുഖങ്ങളിലും മിൻ അസരി സുജൂദ്, സുജൂദിന്റെ ഒരു ലക്ഷണമായിട്ട് കാണപ്പെടും. ദാലിക മസലുഹും ഫി തൗറാത്ത്, ഇതാണ് തൗറാത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ അവരെ കുറിച്ചുള്ള വിവരണം. സത്യവിശ്വാസികളെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ആളുകളെ കുറിച്ച്, അദ്ദേഹത്തെ പിൻപറ്റുന്ന അദ്ദേഹത്തിന്റെ അനുയായികളെ കുറിച്ച് ഓൾഡ് ടെസ്റ്റമെന്റിൽ തൗറാത്തില് നൽകപ്പെട്ടിരിക്കുന്ന വിവരണം ഇതാണ് എന്നാണ് അല്ലാഹുവോട് പറയുന്നത്. അവരുടെ മുഖങ്ങളിൽ സുജൂദിന്റെ, സാഷ്ടാംഗത്തിന്റെ ചില ബാഹ്യ ലക്ഷണങ്ങൾ, അവരുടെ ഈമാന്റെ പ്രേരണയിലുള്ള ഒരു പ്രകാശം അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഒരു നിർഭയത്വം അവരുടെ ശരീര ലക്ഷണങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഇക്കാര്യമാണ് മുഹമ്മദിന്റെ, വരാനിരിക്കുന്ന പ്രവാചകന്റെ അനുയായികളുടെ തിരിച്ചറിയാനുള്ള ലക്ഷണമായിട്ട് ഓൾഡ് ടെസ്റ്റമെന്റിൽ തൗറാത്തിൽ പറയുന്നത് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറഞ്ഞുകൂടാ, യഥാർത്ഥത്തിൽ അള്ളാഹു മൂസ അലൈഹിസ്സലാമിനെ അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥത്തിലാണ് അത് പറയുന്നത്. ആ പേരിൽ ഇന്ന് നിലനിൽക്കുന്ന ഓൾഡ് ടെസ്റ്റമെന്റില് ആ വിധത്തിൽ അത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ല. ഒരു പരോക്ഷമായ ഒരു സൂചന ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ഒരു ഭാഗത്ത് കാണപ്പെടുന്നത് മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് പക്ഷെ വളരെ ഭാഗികമായ ഒരു വിവരണം മാത്രമാണ്. ലോകത്ത് എവിടെയെങ്കിലും തൗറാത്തിന്റെ കൈകടത്തലുകൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒറിജിനൽ ഫോം എവിടെയെങ്കിലും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിവരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ കുറിച്ച് അതിൽ നൽകപ്പെടുന്നത് കാണാൻ സാധിക്കും എന്നാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ മസലുഹും ഫി തൗറാത്ത്, ഇതാണ് തൗറാത്തിൽ അവരെ കുറിച്ചുള്ള വിവരണം. അപ്പൊ മസലുഹും ഫിൽ ഇഞ്ചീൽ, ഇനി
ഇഞ്ചീലിൽ ന്യൂ ടെസ്റ്റമെന്റിൽ അവരെ കുറിച്ചുള്ള വിവരണം എന്താണ്? അതും വളരെ ശ്രദ്ധേയമാണ്. ന്യൂ ടെസ്റ്റമെന്റില് യേശുവിന്റെ പ്രഭാഷണങ്ങളായിട്ട് ചില ഭാഗങ്ങളുണ്ട്. യേശുവിന്റെ ഒരു പ്രഭാഷണത്തില് ഇവിടെ പറയുന്ന വിധത്തിലുള്ള ഒരു വിവരണം തനിക്ക് ശേഷം വരാനുള്ള ഒരു ദൂതന്റെ അനുയായികളെ കുറിച്ച് നൽകപ്പെടുന്നത് മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ ആ റെഫറൻസസ് പിന്നീട് നിങ്ങളോട് പറയാം. ഇവിടെ ഇഞ്ചീലിൽ അവരെ കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ അനുയായികളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: കസറൈൻ, അവരൊരു വിള പോലെയാണ്. അഖ്റജ ശത്അഹു, അതിന്റെ കൂമ്പ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരു വിള കൂമ്പ് വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലും ഗോതമ്പും ഒക്കെ പോലെയുള്ള വിളകളുടെ ഒരു ചിത്രം മനസ്സിലേക്ക് എടുത്താൽ നമുക്കത് അതിന്റെ വിത്ത് മുളച്ചു പൊങ്ങി അത് വളർന്നു വരുന്ന ഒരു പ്രക്രിയ മനസ്സിലേക്ക് കാണാം. അതിന്റെ കൂമ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആസറഹു, എന്നിട്ടത് ശക്തി നേടിയിരിക്കുന്നു, കരുത്ത് നേടിയിരിക്കുന്നു. ഫസ്തഗ്ലല, അത് നല്ല തടിച്ചു കൊഴുത്ത് വളർന്ന് കൊഴുത്തു വന്നു. ഫസ്തബഅല സൂഖി, അങ്ങനെ അതിന്റെ കാണ്ഡത്തിൽ അത് തല ഉയർത്തി നിൽക്കുന്നു. ഒരു വിത്ത് മുളച്ചു പൊങ്ങി അത് കരുത്ത് ആർജിച്ച് അത് തടിയും മണ്ണും ഒക്കെ ഉണ്ടായി അതിന്റെ ഈ ഇലകളും കാണ്ഡവും ഒക്കെ വളരെ വലിയ കരുത്തും ഓജസ്സും ഉള്ളതായിട്ട് കാണപ്പെടുന്ന ഒരു ചിത്രം മനസ്സിൽ നമുക്ക് കാണാവുന്നതാണ്. അത് ഏത് വിധത്തിലാണ്? യോജിബു സുറാ, അത് കർഷകരെ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയായി മാറിയിരിക്കുക. മണ്ണിൽ വിത്ത് വിതച്ച് അത് മുളച്ചു പൊങ്ങി വളർന്നു വരുന്നത് നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർ. ചില വിത്തുകൾ മുളച്ച് വളർന്നു വരുന്നത് അവരെ നിരാശപ്പെടുത്തും. വേറെ ചില വിത്തുകൾ മുളച്ചു വരുന്നത്, അത് വളർന്നു വരുന്നത് കാണുന്നത് അതിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടത്തിനേക്കാളൊക്കെ എത്രയോ ഏറെ കർഷകർക്ക് ആനന്ദം പകരും. അപ്പൊ ആ വിധത്തിലുള്ള ഒരു വിവരണമാണ് സത്യവിശ്വാസികളെ കുറിച്ച്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ആളുകളെ കുറിച്ച് ഇവിടെ ഇഞ്ചീലിൽ പറയപ്പെട്ടതായിട്ട് ഖുർആൻ പറയുന്നത്. അപ്പൊ ഈ കാര്യം ഫസ്തബഅല, അതിന്റെ വിവരണം എങ്ങനെയാണ്? കസറഇൻ, അതൊരു വിള പോലെയാണ് അവര്. അഖ്റജ ശത്അഹു, അതിന്റെ കൂമ്പ് വെളിപ്പെടുത്തിയിട്ടുള്ള. ഫആസറഹു, പിന്നെ അത് കരുത്ത് നേടിയിരിക്കുന്നു, അതിനെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഫസ്തഗ്ലല, അത് തടിച്ചു കൊഴുക്കുകയും ചെയ്തിരിക്കുന്നു. ഫസ്തബഅല സൂഖി, അങ്ങനെ അതിന്റെ കാണ്ഡത്തില് സൂഖില് അതങ്ങനെ തല ഉയർത്തി അങ്ങനെ നിലക്കൊള്ളുകയാണ്. തല ഉയർത്തി അങ്ങനെ നിൽക്കുന്ന പോലെ. യോജിബു സുറാ, അത് കർഷകരെ വിസ്മയിപ്പിക്കുകയാണ്. ആ വിധത്തില് കരുത്തുള്ള വിള പോലെ അങ്ങനെയാണ് അവര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ വളരെ ശക്തരായിരുന്നു, ദുർബലരായിരുന്നില്ല. പ്രതിസന്ധികളിൽ പതറിപ്പോകുന്നവരായിരുന്നില്ല. വിശ്വാസപരമായ ദൗർബല്യം പേറി നടക്കുന്ന ദീനം പിടിച്ച ഒരു കൂട്ടരായിരുന്നില്ല. അവര് കരുത്തുള്ളവര്, തന്റെ ഇടമുള്ളവര്, ആർജവമുള്ളവര്, ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള സന്നദ്ധതയുള്ളവര്, പേടിച്ച് പിന്തിരിഞ്ഞോടുന്ന സ്വഭാവമുള്ളവരല്ല. അവരെപ്പോഴും ഒരു കാഴ്ചക്ക് തന്നെ, അവരുടെ ഒരു സംഘം പുറപ്പെടുന്ന കാണുമ്പോൾ തന്നെ അത് നോക്കി നിൽക്കുന്നവർക്ക് വലിയ അത്ഭുതമായിട്ട് അനുഭവപ്പെടും. മരണത്തിലേക്കാണ് അവര് മുന്നേറുന്നത് എന്നൊക്കെ പലർക്കും തോന്നുന്നുണ്ടാവും. പക്ഷെ അവരതിന്റെ യാതൊരു ലക്ഷണവും കാണിക്കുന്നില്ല. വലിയ തന്റെ ഇടം, ധൈര്യം, ആർജവം ഒക്കെ കാണിച്ചുകൊണ്ട് അവര് ആ തലയെടുപ്പോടുകൂടി മുന്നിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് അവരെ കാണാൻ സാധിക്കുക. ഇത് ഈസ അലൈഹിസ്സലാമിന്റെ വാക്കുകളിലായിട്ട് വിവരിക്കപ്പെട്ടത് ബൈബിളിൽ പരാമർശിക്കപ്പെടുന്നു എന്നാണ്
ന്യൂ ടെസ്റ്റമെന്റിൽ പരാമർശിക്കപ്പെടുന്നു എന്നാണ് നമുക്ക് അത് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രഭാഷണത്തില് ഇങ്ങനെ ഒരു വിവരണം, ഒരു വിളയോട് ഉപമിച്ചുകൊണ്ടുള്ള ഒരു വിവരണം കാണാൻ സാധിക്കുന്നുണ്ട്. യോജിബ് ബിഹിമുൽ കുഫാർ. എന്തിനാണത്? അതിന്റെ ഫലം കൂടി അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുകയാണ്. ലിയഗീള ബിഹിമുൽ കുഫാർ. അത് നിഷേധികളെ, കുഫാറുകളെ വിരളി പിടിപ്പിക്കുന്ന വിധത്തിലാണ്. കരുത്താർജിക്കുന്ന കാണുമ്പോ ആ കരുത്തും തന്റെ ഇടവും കാണുമ്പോൾ കുഫാറുകൾക്ക് ഒരുതരം വിരളി പിടിക്കലാണ്. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സമാനമായ ഒരു ചിത്രം. മധ്യപൗരസ്ത്യ ദേശത്ത് ഈ റീസെന്റ് ആയി നടന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വിഭാഗത്തെ മരണഭയമില്ലാതെ ആർജവത്തോടു കൂടി നിലകൊള്ളുന്നവരായിട്ടാണ് സത്യനിഷേധികളുടെ ലോകം കാണുന്നത്. അവരുടെ ആ ആർജവം, തന്റെ ഇടം, സമാധാന ചിത്തത, അതുപോലെ അവരുടെ സത്യസന്ധമായ നിലപാട്, അവരുടെ വാക്ക് പാലിക്കുന്ന സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണുമ്പോ കുഫാറുകൾക്ക് ഇങ്ങനെ വിരളി പിടിക്കുകയാണ്. അപ്പോ ഭ്രാന്ത് പിടിപെട്ട ഒരാളെ പോലെ ഓരോന്ന് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുകയാണ് കുഫാറുകളുടെ ക്യാമ്പിലുള്ള നേതാക്കന്മാര്, അല്ല ഏറ്റവും ചുരുങ്ങിയത് ഒരു നേതാവ്. നമ്മളതാണ് കാണുന്നത്. നിത്യവും വാക്ക് മാറ്റുകയും നിത്യവും ഓരോ തലക്ക് വെളിവില്ലാത്ത വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച അത്തരം നേതാക്കന്മാരിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അത് അവരിൽ വിരളി പിടിക്കുകയാണ്. സത്യവിശ്വാസികളുടെ സംഘം അവരുടെ ഈ പരാമർശിക്കപ്പെട്ട ഒരു വിള പോലെ കൂമ്പ് വെളുക്കി വന്ന, അതുപോലെ വളരെ ശക്തിയോടുകൂടി നിലകൊള്ളുന്ന, തടിച്ചു കൊഴുത്ത് തലയെടുപ്പ് കാണിച്ച് നിൽക്കുന്ന ഒരു വിള പോലെ വളരെ ആകർഷകമായ, ചേതോഹരമായ ഒരു കാഴ്ചയായിട്ട് വിശ്വാസികളുടെ സംഘത്തെ കാണാൻ സാധിക്കുമ്പോൾ ലിയഗീള ബിഹിമുൽ കുഫാർ, നിഷേധികൾക്ക് പിരാന്ത് വരികയാണ്. അതാണ് ഇതിന് ശരിക്കുള്ള മലയാളം. ലിയഗീള ബിഹിമുൽ കുഫാർ, നിഷേധികളെ അത് വിരളി പിടിപ്പിക്കുകയാണ്. അവർക്ക് കാണുമ്പോൾ തന്നെ കലി കയറുകയാണ് ആ കാഴ്ച. ഈ ആത്മവിശ്വാസത്തിന്റെ, ധൈര്യത്തിന്റെ, ആർജവത്തിന്റെ, ഭീരുത്വമില്ലായികയുടെ ഒക്കെ ആ ലക്ഷണങ്ങൾ അവരിൽ പ്രകടമാവുമ്പോൾ നിഷേധികൾക്ക് ഒരുതരം ഒരു കലി കയറി വരുന്ന പോലെയാണ്. വഅദല്ലാഹുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി മിൻഹും. വിശ്വാസികൾക്ക്, സൽക്കർമ്മികൾക്ക്, വിശ്വാസവും സൽക്കർമ്മവുമായിട്ട് നിലകൊള്ളുന്ന ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത്, പാപമോചനവും അതുപോലെ മഹത്തരമായ പ്രതിഫലവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഈ ആളുകൾക്ക്, ഈ ലക്ഷണങ്ങൾ പ്രകടമായ ഈ ആളുകൾ, അവരെല്ലാവരും തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ അർഹിക്കുന്നവരാണ്. അവര് വിശ്വാസവും അതുപോലെ സുഹൃതവും പിന്തുടരുന്ന ആളുകളാണ്. അവർക്ക് അള്ളാഹുവിന്റെ പാപമോചനവും അതേപോലെ തന്നെ അവർക്ക് മഹത്തരമായ പ്രതിഫലവും ഉണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഇതിലെ ചില പദങ്ങള്, മിൻഹും എന്ന പ്രയോഗമൊക്കെ പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നതാണ്. ഞാൻ ഈ സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ലഘു വിവരണം അടുത്ത സെഷനിൽ ഉൾപ്പെടുത്താം. തുടർന്ന് നാളെ മുതൽ നമുക്ക് ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ പരിഗണിക്കുകയും ചെയ്യാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.